ഈ രാജ്യസഭാ അധ്യക്ഷനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയത്തിന് ഒരുങ്ങി പ്രതിപക്ഷം. കാരണം ഖാർഗെ അടക്കം ഇന്ത്യ വിരുദ്ധതയൊക്കെ ആരോപിച്ച് രംഗത്തെത്തുന്നത് മാത്രമല്ല, ഈ ജഗ്ദീപ് ധൻഖർ നിരന്തരമായി പ്രതിപക്ഷത്തിനെതിരെ ഒരു അധ്യക്ഷൻ എന്ന പദവി വിട്ടുകൊണ്ടുള്ള നീക്കമുണ്ട്. ഇതൊക്കെയാണ് ആരോപിച്ചത്. മാപ്പ് പറയണമെന്ന് ജയാ ബച്ചൻ ആവശ്യപ്പെട്ടിരുന്നു. എന്തൊക്കെയാണ് ഇന്ന് രാജ്യസഭയിൽ നടന്നത്? അജിംഷ്, അത് രാജ്യസഭയിൽ വളരെ നാടകീയ രംഗങ്ങൾ തന്നെയായിരുന്നു ഇന്ന് നടന്നത്. തുടക്കത്തിൽ BJP അംഗം KC ത്യാഗിയുടെ ഭാഗത്തു നിന്നും രാജ്യസഭാ പ്രതിപക്ഷ കക്ഷി നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരായിട്ടുള്ള ചില പരാമർശങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു പ്രതിഷേധമുണ്ടായ സാഹചര്യത്തിൽ രാജ്യസഭാ അധ്യക്ഷൻ ഇവരെ ചേംബറിലേക്ക് വിളിച്ചു വരുത്തി ഒരു കോംപ്രമൈസ് നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അത് അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറായിരുന്നില്ല. കാരണം സഭയ്ക്കകത്ത് തന്നെ അത് തീർക്കണമെന്ന നിലപാടിലേക്ക് പ്രതിപക്ഷം എത്തുന്നു. പിന്നീട് വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ രാജ്യസഭയിൽ അരങ്ങേറുകയും ആ ഒരു സാഹചര്യത്തിലാണ് ഈ പ്രതിപക്ഷ കക്ഷി നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളും അത്തരത്തിലുള്ള പരാമർശങ്ങൾ രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നയാളാണ് താങ്കൾ എന്നതടക്കമുള്ള പരാമർശങ്ങളായിരുന്നു ജഗ്ദീപ് ധൻഖറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്തായാലും ഇന്നത്തെ ഒരു പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ജയാ ബച്ചനും ഈ രാജ്യസഭാ അധ്യക്ഷനെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിരുന്നു. രാജ്യസഭാ അധ്യക്ഷന്റെ പല പരാമർശങ്ങളും ശരിയല്ല എന്നതായിരുന്നു ജയാ ബച്ചൻ. രാജ്യസഭാ അധ്യക്ഷനെ ഇംപീച്ച് ചെയ്യണം എന്നാവശ്യപ്പെട്ടുള്ള പ്രമേയത്തിനാണ് പ്രതിപക്ഷം നീങ്ങുന്നത്. നിരന്തരമായി ജഗ്ദീപ് ധൻഖർ പ്രതിപക്ഷത്തിനെതിരെ നീങ്ങുന്നു. ഒപ്പം പ്രതിപക്ഷ കക്ഷി നേതാവ് കൂടിയായ ഖാർഗെക്കെതിരെ ഉള്ള പരാമർശങ്ങൾ, ഇതിലൊക്കെ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലൊരു നീക്കവുമായി പ്രതിപക്ഷം രംഗത്തെത്തുന്നത്. അതിൻ്റെ രാജ്യസഭയിലെ വിവരങ്ങൾ, വിശദാംശങ്ങളാണ് വിഷ്ണു തലവൂർ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.